2025 IPL താരലേലം. താരലേലത്തിന് ശേഷം ഇന്നും വിമർശനങ്ങൾ മാത്രം കേട്ടുമടുത്ത രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റിനും രാജസ്ഥാനെ സ്നേഹിക്കുന്ന ആരാധകർക്കും പുതുജീവൻ നൽകിക്കൊണ്ട് ഇന്നലെ നടന്ന അവരുടെ 4ാമത്തെ മത്സരത്തിൽ സഞ്ജുവിനും രാജസ്ഥാനും മിന്നും ചെയ്യും. 2025 IPL ഏറ്റവും മികച്ച ടീമായ ശ്രേയസ് അയ്യരിന്റെ പഞ്ചാബ് കിങ്സ് 11 ബാറ്റിങ്ങിന് പേരുകേട്ട പഞ്ചാബ് കിങ്സ് 11 50 റൺസിനെ പരാജയപ്പെടുത്തി സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് നേടിയത് മിന്നും ജയം. ക്യാപ്റ്റനായി തിരിച്ചു വന്ന ആദ്യ മത്സരത്തിൽ തന്നെ മിന്നും ജയം സ്വന്തമാക്കിയത് രാജസ്ഥാൻ ടീമിനും സഞ്ജു സാംസണും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകം തന്നെയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 205 റൺസ് സ്വന്തമാക്കിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പേരുകേട്ട പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് നിരക്ക് 155 റൺസ് മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. രാജസ്ഥാൻ റോയൽസിന്റെ ഇന്നലത്തെ വിജയത്തിൽ നിർണായകമായത് ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ മികച്ച തന്നെയാണ്. ബാറ്റിങ്ങിലും മികച്ചിരുന്ന സഞ്ജു സാംസണും ഓപ്പണർ ബാറ്റ്സ്മാനായ യശസ്വി ജയ്സ്വാളും മുൻ ക്യാപ്റ്റൻ റയാൻ പരാഗും ബാറ്റിങ്ങിൽ മികവ് കാട്ടിയപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ സ്കോർ 200 കടന്നു. മികച്ച പോരാട്ടം കാഴ്ചവെച്ച മൂവർക്കും ഒപ്പം തന്നെ അവസാന നിമിഷങ്ങളിൽ ആണടിച്ച ഹെറ്റ്മേയറും ധ്രുവ് ജോഹറിലും രാജസ്ഥാൻ റോയൽസിനെ 200 റൺസ് എന്ന കടമ്പ കടക്കുന്നതിൽ സഹായകരമായ രീതിയിൽ ബാറ്റ് വീശി. മറുപടി ബാറ്റിങ്ങിൽ പേരുകേട്ട പഞ്ചാബ് കിങ്സ് 11 എറിഞ്ഞുടിച്ചുകൊണ്ട് ബോളിംഗ് ആക്രമണം തുടർന്ന ജോഫ്ര ആർച്ചറും സന്ദീപ് ശർമ്മയും ഒപ്പം സ്പിൻ കേടിയൊരുക്കി മഹേഷ് തീഷ്ണയും മികച്ച പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ പേരുകേട്ട ബാറ്റിംഗ് നിരയെ 155 റൺസിൽ എറിഞ്ഞൊതുക്കാൻ സാധിച്ചു എന്നതാണ് രാജസ്ഥാൻ റോയൽസിന്റെ വിജയം ഇത്രയും ഗംഭീരമാക്കി തീർത്തത്. തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന്റെ ഇന്നത്തെ വിജയത്തിൽ രാജസ്ഥാൻ ക്രിക്കറ്റ് ആരാധകർക്കും രാജസ്ഥാൻ ക്രിക്കറ്റ് ടീമിനും തീർച്ചയായിട്ടും ആത്മവിശ്വാസം ഇരട്ടിക്കുന്ന ഘടകം തന്നെയാണ് ഇന്നലത്തെ വിജയം. ടീം വർക്കിൻ്റെതായ ഈ വിജയത്തോടുകൂടി രാജസ്ഥാൻ റോയൽസിന് ഈ വർഷം 2025 IPL കിരീടത്തിലേക്കുള്ള അവരുടെ യാത്ര ഒന്നുകൂടി എളുപ്പമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും താരലേലത്തിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റിന് ഈ ഒരു വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന പ്രകടനവുമായാണ് ഇന്നലത്തെ രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേരുകേട്ട ബാറ്റിംഗ് നിരയും പേരുകേട്ട ബോളിംഗ് നിരയുമായി ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസിയിൽ റിക്കി പോണ്ടിങ്ങിന്റെ കോച്ചിങ്ങിൽ വന്ന പഞ്ചാബ് കിങ്സ് 11 തല്ലിത്തകർത്തി എറിഞ്ഞുടച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കിയ സഞ്ജു സാംസണും സംഘത്തിനും ഈ ഒരു വിജയത്തോടു കൂടി തീർച്ചയായിട്ടും ഈ ഒരു IPL ഞങ്ങളൊരു ചെറിയ മീനല്ല എന്ന് തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് ഇന്നലത്തെ വിജയത്തോടു കൂടി കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചത്. പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു വിജയത്തിൽ സംഭവിച്ചില്ല എങ്കിലും രാജസ്ഥാൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഘടകങ്ങൾ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ സംഭവിച്ചത്. ഉറപ്പായിട്ടും രാജസ്ഥാൻ ക്രിക്കറ്റ് ആരാധകർക്ക് പ്രത്യാശിക്കാം ഈ 2025 യാത്രയിൽ IPL യാത്രയിൽ ഒരു കിരീടത്തിനായുള്ള പോരാട്ടത്തിൽ ഒരു ടീം രാജസ്ഥാൻ റോയൽസ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും രാജസ്ഥാൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇനി ഉണ്ടാകാൻ ഇടയില്ല. സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റൻ രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന് നൽകിയ ഊർജം എത്രമാത്രം വലുതാണെന്ന് ഇന്നലത്തെ മത്സരം വീക്ഷിച്ച നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. സഞ്ജു സാംസൺ എന്ന ഒരു ക്യാപ്റ്റന്റെ വരവോടുകൂടി രാജസ്ഥാൻ റോയൽസ് ടീം ഉണർന്നു കളിച്ചതാണ് ഇന്നലെ പഞ്ചാബ് കിങ്സ് എന്ന ശക്തരായ ടീമിനെതിരെ മികച്ച വിജയം നേടാൻ രാജസ്ഥാൻ റോയൽസിന് സഹായകരമായത്. മികച്ച ക്യാപ്റ്റൻസിയുമായി സഞ്ജു സാംസൺ കളം നിറഞ്ഞപ്പോൾ ബാറ്റിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജു സാംസണ് സാധിച്ചപ്പോൾ സഞ്ജു സാംസന്റെ യഥാർത്ഥ പ്രകടനം കാത്തിരുന്നത് തീർച്ചയായിട്ടും പഞ്ചാബ് കിങ്സ് 11 ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴാണ്. ഇന്നലത്തെ മത്സരം വീക്ഷിച്ച നമുക്ക് ഓരോരുത്തർക്കും അറിയാം സഞ്ജു സാംസൺ ബോളിങ്ങിൽ വരുത്തിയ ചേഞ്ചസ് എത്രമാത്ം രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിൽ നിർണായകമായി എന്നത്. ഈ ഒരു ക്യാപ്റ്റന് കീഴിൽ രാജസ്ഥാൻ റോയൽസ് തീർച്ചയായിട്ടും 2025 IPL മിന്നും കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ആത്മവിശ്വാസം നാം രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് നൽകുന്നതാണ് ഇന്നലത്തെ മിന്നും വിജയം. സഞ്ജു നായകനായി കടന്നു വന്നപ്പോൾ തന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് മികച്ച ഒരു കെമിസ്ട്രി ഗ്രൗണ്ടിൽ വർക്കായി എന്ന് നമുക്ക് കഴിഞ്ഞ മത്സരം വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സഞ്ജുവിനൊപ്പം തന്നെ ക്യാപ്റ്റന്റെ ഭാരമില്ലാതെ റയാൻ പരാഗും
യശസ്വി ജയ്സ്വാളും മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയത് രാജസ്ഥാൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഘടകം തന്നെയാണ്. ഒപ്പം നിതീഷ് റാണയും വെടിക്കെട്ട് പ്രകടനമായ ധ്രുവ് ജോർലും ഹെഡ്മേയറും കൂടി ബാറ്റിംഗിൽ തിളങ്ങിയാൽ രാജസ്ഥാൻ റോയൽസിനെ പിടിച്ചുകെട്ടുക എതിരാളികൾക്ക് അസാധ്യം തന്നെയാണ്. ഓൾറൗണ്ട് മികവുമായി അസറംഗയും സ്പിൻ കെണിയുമായി മഹേഷ് തീഷ്ണയും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഇനിയും മിന്നും പ്രകടനങ്ങൾ പുറത്തെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പേസ് ആക്രമണത്തിൻ്റെ കുന്തമുനയായ ജോഫ്ര ആർച്ചർ തനിക്കെതിരെ വന്ന ഭൂരമ്പുകളെയെല്ലാം തല്ലിത്തകർത്തുകൊണ്ട് എറിഞ്ഞിടച്ചുകൊണ്ട് മികച്ച പോരാട്ടം തന്നെയാണ് ചെന്നൈക്കെതിരായ മത്സരത്തിലും പഞ്ചാബിനെതിരായ മത്സരത്തിലും കാഴ്ചവെച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒപ്പം ആർച്ചർക്കൊപ്പം മികച്ച പോരാട്ടവുമായി സന്ദീപ് ശർമ്മയും തുഷാർ ദേശ്പാണ്ഡെയും എത്തുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ആരാധകർക്കും ക്രിക്കറ്റ് ടീം മാനേജ്മെൻറ്റിനും ഈ IPL കിരീടം സ്വപ്നം കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല. രാജസ്ഥാൻ റോയൽസിൻ്റെ ബാക്കപ്പ് പ്ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞാലും തീർച്ചയായിട്ടും വിമർശകർ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. താരലേലം അവസാനിച്ചപ്പോൾ രാജസ്ഥാൻ റോയൽസാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്ന കാര്യം നമുക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ആ വിമർശനങ്ങളെ മുനിയൊടിക്കുന്ന പ്രകടനം തന്നെയാണ് പഞ്ചാബിനെതിരെയും ചെന്നൈക്കെതിരെയും രാജസ്ഥാൻ റോയൽസ് പുറത്തെടുത്തത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല. അല്പമെങ്കിലും വിമർശകരുടെ മുനിയൊടിക്കാൻ, ഇനി വിമർശകരെ അടപ്പിക്കാൻ കഴിഞ്ഞ മത്സരങ്ങളുടെ രാജസ്ഥാൻ്റെ വിജയം സഹായകരമായി എന്ന കാര്യത്തിലും നമുക്ക് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. വിമർശിക്കുന്നവർ ഒന്ന് ഓർക്കുക, പ്രഥമ IPL കിരീടം നേടിയ രാജസ്ഥാൻ റോയൽസ് ടീമിനെ കുറിച്ച്. അന്നത്തെ ഷെയ്ൻ വോണിൻ്റെ രാജസ്ഥാൻ റോയൽസ് ടീം ആർക്കും യാതൊരുവിധ പ്രതീക്ഷയുമില്ലാതിരുന്ന ടീമാണ് പ്രഥമ IPL കിരീടം നേടിയത് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ രാജസ്ഥാൻ ക്രിക്കറ്റ് ആരാധകർക്കും രാജസ്ഥാൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റും സ്വപ്നം കാണുന്നത് പോലെ ഒരു കിരീടം 2025 നേടാൻ സാധിക്കും. ഈ ഒരു ടീമിനെ വെച്ച് രാഹുൽ ദ്രാവിഡിനും സംഘത്തിനും കിരീടത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.